എല്ലാവർക്കും നമസ്കാരം. ആനിക്കാട് ശിവപാർവതി ക്ഷേത്രത്തിലെ അമ്മയുടെ പൊങ്കാല പിറന്നാൾ മഹോത്സവം 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി കൊടിയേറി മാർച്ച് മാസം 3-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഈ 8 ദിനങ്ങളിലായി ഈ തിരുമുൻപിൽ നടക്കുന്ന ഈ തിരുവുത്സവം ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും എത്തിച്ചേരാവുന്ന ഒരു തിരുസന്നിധിയാണിത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഒരേപോലെ സഹകരിച്ച് സന്തോഷത്തോടെ കൊണ്ടാടുന്ന ഒരു ആഘോഷം തന്നെയാണ് അമ്മയുടെ പിറന്നാൾ പൊങ്കാല മഹോത്സവം. ഈ പൊങ്കാല തിരുനാൾ മഹോത്സവത്തിൽ 24-ാം തീയതി വൈകുന്നേരം 7 മണിക്കും 7:30 മധ്യേ തൃക്കൊടിയേറി ക്ഷേത്ര ചടങ്ങുകൾ, ഭക്തി നിർഭരമായ ക്ഷേത്ര ചടങ്ങുകൾ, ക്ഷേത്ര ചൈതന്യത്തിന് ലോഭം വരാത്ത രീതിയിൽ ഏറ്റവും മഹനീയവും ഏറ്റവും അതിൻ്റേതായ എല്ലാ അർത്ഥവത്തുകളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവരങ്ങിൽ 1-ാം ദിവസം മുതൽ 8 ദിവസവും വിവിധ കലാകാരന്മാരുടെയും കലാകാരികളുടെയും വിവിധ ട്രൂപ്പുകളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയാണ്. കാവടിയാട്ടം, കാവടി വിളക്ക്, കാവടിയാട്ടം, അതുപോലുള്ള വിശിഷ്ട ചടങ്ങുകൾ ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആറാട്ട്, നമ്മുടെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ തിരുവാറാട്ട് ഏറ്റവും ഭംഗിയായും ഏറ്റവും മികച്ച രീതിയിൽ അനേകം തീവട്ടികളുടെയും താലപ്പൊലിയേന്തിയ അമ്മമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ, അല്ലെ അവരുടെയൊക്കെ ആ ഒരു ഘോഷയാത്രയിൽ അവരുടെയൊക്കെ ആ ഒരു സാന്നിധ്യം ഏറ്റവും നമുക്കൊരു വാക്കുകൾക്ക് അതീതമാണത്. അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സന്തോഷം, അല്ലെ ആ ഒരു സുഖം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറയാൻ വാക്കുകൾക്ക് അതീതമായ ഒരു കാര്യമാണത്. ഞാൻ ഏതാണ്ട് 6 വർഷത്തിൽ അധികമായി ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഓരോ വർഷം കഴിയുന്നതോറും ഉത്സവം നമ്മൾ തുടങ്ങുമ്പോൾ, അല്ലെ ഉത്സവത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ കുടുംബം, മറ്റുള്ള ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദര തുല്യരായ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ ആർ സുരേഷ് കുമാർ ചെറുകര അവർ എല്ലാവരും ഈ ഉത്സവം തുടങ്ങുവാൻ വേണ്ടി എൻ്റെ 8 ദിവസത്തെ ഉത്സവത്തിന് ഏതാണ്ട് 80 ദിവസം മുമ്പ് മുതലുള്ള പ്രയാണം അല്ലെങ്കിൽ പ്രയത്നങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഈ ഉത്സവം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആശുപത്രി നടയടച്ച് കഴിയുമ്പോൾ, ഉത്സവത്തിൻ്റെ സമാപ്തി ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആ കഷ്ടപ്പാടുകൾ, ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും അത് തീർന്നു പോയല്ലോ, ഇനി അത് 1 വർഷം കാത്തിരിക്കണമല്ലോ എന്നുള്ളൊരു വേദന അവിടെ ഞങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും അടുത്ത വർഷം വീണ്ടും പൊങ്കാല മഹോത്സവം, അമ്മയുടെ പിറന്നാൾ മഹോത്സവം ഏറ്റവും ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് അടുത്ത 1 വർഷത്തേക്കുള്ള ആ കാൽവയ്പ്പുകൾ ഈ ഉത്സവത്തിൻ്റെ സമാപ്തിയോടുകൂടി തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. പിന്നെ അനേകം വിശിഷ്ട വ്യക്തികൾ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ പൊങ്കാല തിരുവരങ്ങ് ഏറ്റവും മഹനീയമാണ്. ഈ വർഷം അതേപോലെ തന്നെയുള്ള ഒരു തിരുവരങ്ങാണ് നമുക്ക് പൊങ്കാല ഉദ്ഘാടനത്തിനവിടെ ഉള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഈ മേഖലയുടെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ഒരുപാട് കഴിവുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രാഗൽഭ്യമുള്ള ആളുകളൊക്കെ വന്നു പോയിട്ടുള്ള ഒരു തിരുവരങ്ങാണ് നമ്മുടെ ആനിക്കാട് അമ്പലത്തിൻ്റെ തിരുവരങ്ങ്. ഈ വർഷവും അതേപോലെ തന്നെ ഒരു തിരുവരങ്ങാണ്. ഈ തിരുവരങ്ങിൽ നമ്മുടെ തിരുവരങ്ങ് പൊങ്കാല ഉദ്ഘാടനം നടക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്ന നിരാലംബരായ നിർധനരായ രോഗികൾക്ക് അവർക്ക് ഒരു നേരത്തെ മരുന്നിനോ, ഒരു നേരത്തെ ചികിത്സാ ചെലവിനോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനോ ഉതകുന്ന രീതിയിൽ നമ്മൾ ആതുര ശുശ്രൂഷ സഹായം നൽകുന്നുണ്ട്. വർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ തിരുവുത്സവം കൊണ്ടാടുമ്പോൾ നമ്മളോടൊപ്പമുള്ള, നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ, അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ, ഒരു വ്യത്യാസവും ഇല്ലാതെ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകുക എന്നുള്ള പറയുന്നത് അമ്മയുടെ പിറന്നാൾ പൊങ്കാല മഹോത്സവം നമ്മളിവിടെ എല്ലാ ചടങ്ങുകളോടും കൂടി ആഘോഷിക്കുമ്പോൾ അതിലേറെ
സന്തോഷവും താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ ആതുര സഹായം എന്ന് പറയുന്നത്. അർഹരായ ആളുകൾക്ക് അത് നൽകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ചാരിതാർത്ഥ്യം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ വർഷവും നമ്മൾ അർഹരായ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും അർഹരായ കുറേ ആളുകൾക്ക് നമ്മളത് നൽകും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. നമ്മളോടൊപ്പം ക്ഷേത്രത്തിനോടൊപ്പം തന്നെ ഈ ആതുര സഹായത്തിലെ ഇത്തവണ വേറെ 2-3 വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ മഹത് വ്യക്തികളൂടെ അതിൽ പങ്കാളികളായിട്ടുണ്ട്. ആതുര സഹായം നമ്മുടെ പേക്കുടിയിലെ ശ്രീകൃഷ്ണ സദനം വീട്ടിൽ രാധാകൃഷ്ണൻ നായർ അദ്ദേഹവും ആതുര സഹായത്തിന് ഇത്തവണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനസേവന ഫൗണ്ടേഷൻ, അനൂപ് ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ജനസേവന ഫൗണ്ടേഷന് ഇതുപോലെ ആതുര സഹായത്തിന് വേണ്ടി സന്നദ്ധത നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈ ആതുര സഹായം അല്ലെങ്കിൽ ഈ ചികിത്സാ സഹായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ തിരുവുത്സവ നാളുകളിൽ ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും മഹനീയം തന്നെയാണ്, മഹത്തരം തന്നെയാണ്. പക്ഷേ അതിലേറെ ആളുകൾക്ക് പ്രയോജനം അല്ലെങ്കിൽ ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അമ്മയുടെ ഈ പിറന്നാൾ മഹോത്സവത്തിൽ അമ്മയുടെ മുൻപിൽ വെച്ച് നൽകുന്ന ഈ ഒരു പുണ്യപ്രവൃത്തി, അതായത് ഈ ആതുര ചികിത്സാ സഹായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ധനസഹായം, ഇതെന്ന് പറയുന്നതും ഏറ്റവും മഹനീയമായ മഹത്തരമായ ഒരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മനീഷ് ആനിക്കാട്, പേക്കുടിയിൽ വീട്ടിലെ രാധാകൃഷ്ണൻ ചേട്ടന്, പിന്നെ ജനസേവന ഫൗണ്ടേഷന്, ഇവരെല്ലാം കൂടെ കൈകോർത്ത്, അതോടൊപ്പം തന്നെ ആനിക്കാട് ശിവപാർവതി ദേവസ്വം ട്രസ്റ്റും കൂടെ കൈകോർത്ത് ഒരേ മനസ്സോടെ ഒരേ കാഴ്ചപ്പാടോടുകൂടി തന്നെ അല്ലെങ്കിൽ ക്ഷേത്രം തുടങ്ങി വെച്ച ഈ നല്ല കാഴ്ചപ്പാടിലേക്ക് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പങ്കുചേർന്ന എല്ലാവരുടെയും മുന്നിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും ഒരു സഹായത്തിൽ നമ്മൾ നൽകുന്ന ആ ഒരു ചടങ്ങ് ഏറ്റവും മഹനീയം തന്നെയാണ്. തിരുവുത്സവത്തിൻ്റെ വേളയിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഏറ്റവും പുണ്യമായ ഒരു കാര്യം തന്നെയാണത്. ചികിത്സാ സഹായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ധനസഹായം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അതിൻ്റെ വകയില്ലാത്ത ആളുകൾക്ക് കൊടുക്കുക. അത് നമ്മൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തി അതിൽ നിന്നും ഏറ്റവും അർഹരായ ആളുകൾ കുറച്ച് പേർക്കാണ് നമ്മളത് നൽകുന്നത്. വരും വർഷങ്ങളിലും വേറെ ആളുകളെ കണ്ടെത്തും. നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. അനിശ്ചിതം തുടരുന്ന ഒരു പ്രവൃത്തിയാണിത്. ഈ പൊങ്കാല ഉദ്ഘാടന വേളയിൽ ഈ വർഷം പൊങ്കാല ഉദ്ഘാടനത്തിനും ആനിക്കാട്ടിലമ്മ ലോകസേവാനിധി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ഗായത്രി അരുണാണ്. അതേപോലെ തന്നെ ഈ 1-ാം ദിവസം കൊടിയേറ്റിൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ തിരുവരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഫ്ലവേഴ്സ് TV-യിലൊക്കെ ഉള്ള അമയ അനിൽ, അത് ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിലെ ഒരു ഫിലിം, പാർക്കുട്ടി എന്ന് പറയുന്ന അമയ അനിലാണ്. ആ കുഞ്ഞാണ് നമ്മുടെ തിരുവരങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കലകളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വിവിധ തുറകളിലുള്ള ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തുകയും നമ്മളോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഈ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സാഫല്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിലെ ഒരു അംശം എന്ന നിലയിൽ ഈ അമ്മയുടെ പൊങ്കാലം പിറന്നാൾ മഹോത്സവത്തിൽ പങ്കാളിയാകുന്നുണ്ട്. ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ ഉത്സവം ഈ നാടിന് സമർപ്പിക്കുവാൻ ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ കൂടെയുള്ള 15 കമ്മിറ്റികൾ, അതുകൂടാതെ ഉത്സവ കമ്മിറ്റിയായിട്ട് വീണ്ടും ഒരു 10-20 പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ, ചൂട്, വെയിൽ, ഇതൊക്കെ സഹിച്ചാണ് നോട്ടീസ് വിതരണം ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ഈ സമീപ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നോട്ടീസുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഒരു ക്ഷേത്രം നമ്മുടെ തന്നെയാണെന്ന് നമുക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റും. ഏകദേശം 4500-5000 നോട്ടീസുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പോയ വർഷങ്ങളിലെ കഴിഞ്ഞ വർഷത്തിലെ തിരുവുത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അത് 50 രൂപ മുതൽ 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, എത്ര രൂപ വരെ തരുന്നു അത് ആ ക്രമത്തിൽ കൃത്യമായ രീതിയിൽ രസീത് നമ്പർ സഹിതം നമ്മളത് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വരവ് ചെലവ് കണക്കുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ 1-2 ക്ഷേത്രങ്ങളിൽ മാത്രമേ കൃത്യതയോടെയുള്ള ഒരു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നുള്ളൂ. വളരെ കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിൻ്റെ പുറയിലുണ്ടെങ്കിൽ പോലും അത് ചെയ്തു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ചാരിതാർത്ഥ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ തിരുവുത്സവ നാളുകളിൽ ഞാൻ മുമ്പേ പറഞ്ഞു പൊങ്കാല ഉദ്ഘാടനം, അല്ലെങ്കിൽ പൊങ്കാല വേളകൾ അല്ലെങ്കിൽ
തിരുവരങ്ങ് ഉദ്ഘാടന വേളകൾ, അതോടൊപ്പം തന്നെ ഈ 8 ദിനങ്ങളിലായിട്ട് നമ്മുടെ തിരുവരങ്ങിൽ വിവിധ കലാരൂപങ്ങൾ, വിവിധ കലകൾ, വിവിധ തരത്തിലുള്ള തിരുവരങ്ങിന് മിഴിവേകുന്ന, അതായത് ഗാനമേളകൾ, ഭക്തിഗാനമേളകൾ, ഭജൻസ്, ഓട്ടംതുള്ളൽ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കൈകൊട്ടിക്കളി, തിരുവാതിര, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കലകൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുവരങ്ങിൽ ഉണ്ട്. ഈ പരിപാടികൾ വഴിപാടായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന പല മഹത്തുക്കളുമുണ്ട്, പല വ്യക്തിത്വങ്ങളുണ്ട്. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 8 ദിനങ്ങളിലായിട്ട് നടക്കുന്ന അന്നദാനം, ഈ അന്നദാനം എന്ന് പറയുന്നത് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. അന്നപ്രസാദമാണ് ശരിക്കും പറഞ്ഞാൽ, അന്നദാനമല്ല, അന്നപ്രസാദമാണ്. ഈ പ്രസാദം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വന്ന് അതിൽ പങ്കുചേരുന്ന ഓരോ ഭക്തരോടുമുള്ള നമ്മുടെ ആ ഒരു കടപ്പാട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെയാണ് അമ്മയുടെ പിറന്നാൾ ദിവസമുള്ള പൊങ്കാല സദ്യ അല്ലെങ്കിൽ പൊങ്കാല അന്നദാനം. അതിൽ കുറേ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും നമ്മൾ ഒരിക്കൽ കൂടെ ഭഗവാന്റെയും ഭഗവതിയുടെ നാമത്തിലും ഈ ഭരണസമിതിയുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും നേരം ഈ തിരുവുത്സവത്തിനെ കുറിച്ച് എൻ്റെ എളിയ വാക്കുകൾ, ഒരുപാട് പറയാനാണെങ്കിലുണ്ട്, മണിക്കൂറുകളോളം സംസാരിക്കുവാനുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരക്കുള്ള മനീഷ്, എൻ്റെ പ്രിയ സുഹൃത്ത് മനീഷ്, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയായിട്ട് മാറും. ഇങ്ങനെ ഒരു അവസരം തന്ന മനീഷിനോടും ആ മനീഷിൻ്റെ ചാനലിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. ആനിക്കേലമ്മ ശരണം. പത്തനംതിട്ട ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ആനിക്കേലമ്മ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 24 കൊടിയേറി മാർച്ച് 3 പൊങ്കാലയും ആറാട്ടും കൂടി അവസാനിക്കുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ പാർവതി ദേവിയും ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുകയും അതുപോലെ തന്നെ പള്ളിവേട്ടയും ആറാട്ടും ശ്രീഭൂതബലിയും ശ്രീബലിയും എല്ലാം 2 തിടമ്പിൽ എഴുന്നള്ളിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനിക്കേലമ്മ ശിവപാർവതി ക്ഷേത്രം. ഉത്സവകാലങ്ങളിൽ ഏകദേശം 50,000-ത്തോടും അധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഈ പൊങ്കാല മഹോത്സവം വളരെ ചരിത്ര പ്രസിദ്ധമാണ്. ഈ പൊങ്കാല മഹോത്സവത്തിൽ പത്തനംതിട്ട ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുകയും പൊങ്കാലയോട് അനുബന്ധിച്ച് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ അന്നദാനത്തിൽ പങ്കാളികളാകുകയും സായുജ്യമടയുകയും ചെയ്യും. പല ഭക്തന്മാർക്കും പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത് പല അനുഭവകഥകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത് പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആനിക്കേലമ്മയുടെ ഈ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ മഹാ ഉത്സവത്തിൽ നമ്മൾ ഏറ്റവും ഭഗവതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന പൊങ്കാല വഴിപാട്, മാർച്ച് 3 പൊങ്കാല വഴിപാട് നടത്തുന്നത്. പൊങ്കാല വഴിപാടിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ മഹനീയ സാന്നിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. അതിലുപരി പൊങ്കാല ദിനത്തിൽ അമ്മയുടെ തിരുവുത്സവം ഈ ക്ഷേത്രസന്നിധിയിൽ കൊണ്ടാടുമ്പോൾ നമ്മളൊരു നിമിഷം അമ്മയുടെ നാമത്തിൽ ഈ ദേശത്തുള്ള നിരാലംബരായ ആൾക്കാരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടെ ചെയ്യുകയാണ്. നിരാലംബരായ, അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായും അതുപോലെ രോഗപരമായ കാരണങ്ങളാലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾക്ക് അന്നേ ദിവസം അമ്മയുടെ പേരിൽ ചികിത്സാ സഹായങ്ങൾ നൽകുകയാണ്. ഈ അമ്മയുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ ആതുര ചികിത്സാ സഹായ പദ്ധതി
നമ്മളന്നേ ദിവസം നിരാലംബരായ ആളുകളെ കണ്ടെത്തി നമ്മൾ നൽകപ്പെടുന്നു. അത് അമ്മയുടെ ഭക്തരായ മനീഷ് തെങ്ങനാമണ്ണി ഡോൺ വെറി ന്യൂസ് ചാനലിൻ്റെ മനീഷ് തെങ്ങനാമണ്ണിൽ അന്നേ ദിവസം ചികിത്സാ സഹായം നൽകുന്നു. അതുപോലെ തന്നെ ഇട്ടിക്കൽ ഭവനത്തിൽ നന്ദു എന്ന് പറയുന്ന ആളും അമ്മയുടെ ഈ സങ്കേതത്തിൽ ചികിത്സാ സഹായ നിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആതുരപരമായ ഈ സേവന കാര്യങ്ങളിൽ കഴിയുന്നത്ര ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനായിട്ട് അനിക്കല്ലമ്മയുടെയും ഭഗവാന്റെയും നാമത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുന്നതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഈ നാട്ടിലെ ഈ ദേശനിവാസികളോട് ഈ കാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇതാണ് നമ്മുടെ തിരുവുത്സവത്തിൻ്റെ ഏറ്റവും ഉത്സവം ആഘോഷിക്കുന്നത് നിരാലംബരായ ആളുകളെ കൂടെ കണ്ടെത്തുക എന്നുള്ള സന്ദേശമാണ് അനിക്കല്ലമ്മയുടെ നാമത്തിൽ ഏവരെയും അറിയിക്കാനുള്ളത്.